ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, മാർക്കപ്പ് പ്രൈസ് എന്ന് പറയുന്ന 3 ടേം വെച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും എന്താണ്, ഡിസ്കൗണ്ട് എങ്ങനെയാണ് കാണുന്നത്. പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും നമ്മൾ കാണുന്നത് സെല്ലിംഗ് പ്രൈസസിന്റെയും കോസ്റ്റ് പ്രൈസസിന്റെയും ബേസിസിലാണ്. അതേപോലെ ഡിസ്കൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മാർക്കപ്പ് പ്രൈസസിന്റെ ബേസിസിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ മെത്തേഡ്സ് ഓരോ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, എല്ലാ ഷോർട്ട് കട്ട്സും പറഞ്ഞ് പിന്നീട് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിലും നല്ലത് ഓരോ ക്വസ്റ്റ്യനിലും എങ്ങനെയാണ് ഈ മെത്തേഡ്സ് അപ്ലൈ ചെയ്യാന്നുള്ളത് ചെയ്ത് നോക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ദി പ്രോഫിറ്റ് ഒബ്റ്റെയിൻഡ് ബൈ സെല്ലിംഗ് an article for ₹832 is equal to the loss incurred when it is sold for ₹444. Find the CP. ഒരു ഐറ്റം 832 രൂപയ്ക്ക് വിൽക്കുമ്പോഴും അതേപോലെ 444 രൂപയ്ക്ക് ഒരു ഐറ്റം വിൽക്കുമ്പോഴും അവർക്ക് വന്നിരിക്കുന്ന ലാഭവും നഷ്ടവും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് പ്രൈസ് എങ്ങനെയാണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 150 റുപ്പീസിന്റെ ഒരു ഐറ്റം 200 റുപ്പീസിന് വിൽക്കുമ്പോൾ നമുക്ക് 50 രൂപ ലാഭം കിട്ടി. 100 രൂപയ്ക്ക് വിൽക്കുമ്പോൾ നമുക്ക് 50 രൂപ നഷ്ടം വന്നു. അപ്പൊ ഈ പ്രോഫിറ്റും ലോസും ഒരെണ്ണം 50 നഷ്ടം, ഒരെണ്ണം 50 രൂപ ലാഭം, ഈ പ്രോഫിറ്റും ലോസും സെയിം ആണല്ലോ. അപ്പൊ അതേപോലെ ചെയ്യുമ്പോൾ അതിൽ വരുന്ന കോസ്റ്റ് പ്രൈസ് എങ്ങനെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ നമ്മൾ ചെയ്യാൻ നോക്കാം. അപ്പൊ ക്വസ്റ്റ്യനിൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 150 റുപ്പീസിന്റെ ഒരു ഐറ്റം 200 റുപ്പീസിന് വിൽക്കുമ്പോൾ നമുക്ക് 50 രൂപ ലാഭം കിട്ടി. ഓക്കെ, അതേപോലെ 100 രൂപയ്ക്ക് വിൽക്കുന്ന സമയത്ത് നമുക്ക് 50 രൂപ നഷ്ടം വന്നു. അപ്പൊ ഇതിന്റെ പ്രോഫിറ്റും ലോസും രണ്ടും 50 തന്നെയല്ലേ? അത് തന്നെയാണ് ആ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ഈ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന 2 വാല്യൂസ് നമ്മൾ ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, അതായത് ആവറേജ് കാണുക എന്നുള്ളതാണ്. അപ്പൊ ഇതിലും അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. 832 രൂപയ്ക്ക് നമ്മൾ ഒരു ഐറ്റം വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭവും അതേപോലെ 444 രൂപയ്ക്ക് ഒരു ഐറ്റം വിൽക്കുമ്പോൾ വരുന്ന നഷ്ടവും സെയിം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ 2 വാല്യൂസും തമ്മിൽ അങ്ങ് ആഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പൊ എത്ര വരും? 1276 ഡിവൈഡഡ് ബൈ 2 638 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 638 ആണെന്ന് കിട്ടും. ഇനി അതിന്റെ ഐഡിയ എങ്ങനെയാണ്? 638 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 832 രൂപയ്ക്ക് നമ്മൾ വിൽറ്റു. ഓക്കെ, അപ്പൊ അവിടെ 194 രൂപ നമുക്ക് ലാഭം കിട്ടി. 638 രൂപയ്ക്ക് വാങ്ങിയ ഒരു ഐറ്റം 444 രൂപയ്ക്ക് നമ്മൾ വിറ്റു. അപ്പൊ ഇവിടെ എത്ര നഷ്ടം വന്നു? 194 രൂപ നഷ്ടം വന്നു. ഈ ലാഭവും നഷ്ടവും സെയിം ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന 2 വാല്യൂസും ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2, അതായത് ആവറേജ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? An article listed at ₹800 is sold at successive discount of 25% and 15%. The buyer desires to sell it off at a profit of 20% after allowing 10% discount. What would be his listed price? 800 രൂപയുടെ ഒരു ഐറ്റം ആദ്യം 25% പിന്നെ 15% ഡിസ്കൗണ്ട് കൊടുത്തു. ഓക്കെ, ഇത് വാങ്ങിക്കുന്ന ആൾക്ക് ഇത് മറിച്ച് വിൽക്കണം. മറിച്ച് വിൽക്കുമ്പോൾ അയാൾക്ക് 20% ലാഭവും കിട്ടിയിട്ടുണ്ട്, അയാൾ 10% ഡിസ്കൗണ്ടും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഐറ്റത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ലിസ്റ്റഡ് പ്രൈസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, 800 രൂപയുടെ ഒരു ഐറ്റം ആദ്യം 25% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പൊ അതിന്റെ പ്രൈസ് കുറഞ്ഞു, 200 കുറഞ്ഞ് അതിന്റെ പ്രൈസ് 600 ആയി. വീണ്ടും അതിൽ ഡിസ്കൗണ്ട് കൊടുത്തു 15%. 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 റുപ്പീസ് കുറഞ്ഞ് 510 ആയി. ഓക്കെ, ഇനി ഇത് വാങ്ങിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യണം? ഇത് 20% ലാഭവും കിട്ടണം, 10% ഡിസ്കൗണ്ടും കൊടുക്കണം. അപ്പൊ 510ന്റെ 20% കാണുമ്പോൾ നമുക്ക് 102 രൂപ വരും. സോ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 612 ആവും. 510 + 102 612 ആവും. ഇതെന്ന് പറയുന്നത് എന്താ? 90% ആണ്. കാരണം 10% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ള പ്രൈസ് ആണ് 612 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതും അതിനെ? 90% എന്ന് പറയുന്നത് 612 ആണെങ്കിൽ 100% എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 100% എന്ന് പറഞ്ഞാൽ എത്രയാ? കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 90 × 6.8 അല്ലേ 612 വരുന്നത്. അപ്പോൾ 100 × 6.8 എത്ര വരും? 680 ആയിരിക്കും നമുക്ക് വരുന്ന
ആണ് ലിസ്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, a merchant sold an article at a loss of 7%. Had he been able to sell it at a gain of 23%, it would have fetched rupees 2,400 more than it did. Find the CP. ഒരാള് ഒരു ഐറ്റം 70% ലോസോട് കൂടി വിറ്റു. ഓക്കെ, അതേ ഐറ്റം അയാൾ വിചാരിക്കുകയാണ്, ഞാൻ ഇതിൽ ഈ ഐറ്റം ഒരു 23% ലാഭത്തോട് കൂടി വിറ്റിരുന്നെങ്കിൽ എനിക്ക് 2,400 രൂപ കൂടെ അധികം കിട്ടിയേനേന്ന്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി വിറ്റുപോയൊരു സാധനം ഇനി നമുക്ക് ഈ ഒരു പ്രൈസിൽ അതിനെ വിറ്റു പോയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര രൂപ ലാഭം കിട്ടിയേനെ എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് സൊല്യൂഷൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, അതായത് നമ്മൾ കോസ്റ്റ് പ്രൈസ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, കോസ്റ്റ് പ്രൈസ് ഇസ് ഓൾവേസ് കൺസിഡേർഡ് ആസ് 100. അപ്പോൾ കോസ്റ്റ് പ്രൈസ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 100 അതിനെ എടുക്കും. അതിൽ 7% ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 93 ആയി. ഇതിനയാൾ വിറ്റ് കഴിഞ്ഞു. ഇനി അയാൾ അസ്യൂം ചെയ്യാണ് ഈ 100 രൂപയുടെ ഐറ്റം 23% ലാഭത്തോടു കൂടി, അതായത് 123 റുപ്പീസിന് വിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ അയാൾക്ക് 2,400 റുപ്പീസ് അധികം കിട്ടിയേനെ എന്ന്. അതായത് ഇങ്ങനെ വിറ്റ ഒരു ഐറ്റം ഈ പ്രൈസിൽ വിറ്റു പോയിരുന്നെങ്കിൽ അയാൾക്ക് 2,400 റുപ്പീസ് അധികം കിട്ടിയേനെ. അപ്പോൾ ഇതിന്റെ ഡിഫറൻസിലാണല്ലോ അയാൾക്ക് 2,400 നഷ്ടം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് എത്രയാ, 123 മൈനസ് 93 എന്ന് പറഞ്ഞാൽ 30% എന്ന് പറയുന്നതാണ് 2,400 എങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താ, 100% എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ 2,400 30% എന്ന് പറഞ്ഞാൽ എത്ര, 24/3 8. അപ്പോൾ ഇവിടെ കോമൺ ഫാക്ടർ വരുന്നത് 80 ആണ്. സോ 100നെയും 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആൻസർ എത്ര വരും, 8,000 ആണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ 2,400 × 100 ഡിവൈഡഡ് ബൈ 30 ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, 8,000 കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി, അപ്പോഴും ആൻസർ 8,000 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, എ മെർച്ചന്റ് സോൾഡ് ആൻ ആർട്ടിക്കിൾ അറ്റ് എ ഗെയിൻ ഓഫ് 15%. ഹാഡ് ഹി ബീൻ ബോട്ട് ഇറ്റ് ഫോർ 15% ലെസ് ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ rupees 280 more, he would have gained 40%. Find the cost price. ഇതും നമ്മൾ നേരത്തെ ചെയ്തതിന്റെ ഒരു പാറ്റേൺ ആണ്. ഒരു ഐറ്റം ഒരാൾ 15% ലാഭത്തോടു കൂടി വിറ്റ് കഴിഞ്ഞു. ഓക്കെ, ഹാഡ് ഹി ബീൻ ബോട്ട് ഇറ്റ് ഫോർ 15% ലെസ്, 15% ലെസ് ആയിട്ട് അയാൾ ആ ഐറ്റം വാങ്ങിയിരുന്നെങ്കിൽ എന്നിട്ടത് 280 രൂപയ്ക്ക് കൂടുതലായിട്ട് 250 രൂപ കൂട്ടി വിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് 40% ലാഭം കിട്ടിയേനെ എന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ CP എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, കോസ്റ്റ് പ്രൈസ് തന്നിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യും, 100 എടുക്കും. അതിനെ 15% ലാഭത്തോടു കൂടി അയാൾ വിറ്റു എന്നാ പറഞ്ഞ്. അപ്പൊ അതിന് എത്ര രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞു, 115 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് 100 എന്നുള്ളത് അയാൾ 15% ലെസ്സിന് വാങ്ങിച്ചിരുന്നെങ്കിൽ, അതായത് 85 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് അയാൾ 40% ലാഭത്തോടു കൂടി അത് വിറ്റ് പോകുമ്പോൾ അതിന് 280 രൂപയും കൂടെ അധികം കിട്ടിയേനെ. അപ്പൊ 85ന്റെ 40% എത്രയാന്ന് നോക്കാം. 85ന്റെ 40% എന്ന് പറഞ്ഞാൽ 34 രൂപ. അതായത് ഇതിന്റെ പ്രൈസ് എത്രയാവും, 119 ആവും. 85 + 34 119 ആവും. അപ്പോൾ ഓൾറെഡി 115 രൂപയ്ക്ക് ഐറ്റം വിറ്റുപോയി. അയാൾ 85 രൂപയ്ക്ക് അത് വാങ്ങിച്ചിട്ട് 40% കയറ്റിയിട്ട് 119 രൂപയ്ക്ക് അത് വിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ അയാൾക്ക് 280 രൂപ അധികം കിട്ടിയേനെ. അപ്പൊ ഈ 115ഉം 119ഉം തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ ഒരു 280 രൂപ അധികം വന്നേനെ. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്, 119 - 115 4% എന്ന് പറയുന്നത് 280 ആണെങ്കിൽ ഫൈൻഡ് ദി കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100% എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 428 ആവണമെങ്കിൽ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 70 4 × 70 280 ആണ്. 100 × 70 7000 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, a person sold 2 articles for rupees 1,200 each. He made a profit of 20% on one and a loss of 20% on the other. What was the overall profit or loss in percentage? ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരാള് ഒരു ഐറ്റം ഓക്കെ 1200 രൂപയ്ക്ക് 2 ഐറ്റം അയാൾ വിറ്റ് കഴിഞ്ഞു എന്നാ പറഞ്ഞിരിക്കുന്നത്. സോൾഡ് എന്നാ. ഓക്കെ, വിറ്റ് കഴിഞ്ഞു. ഒന്നിൽ അയാൾക്ക് 20% പ്രോഫിറ്റ് കിട്ടി, ഒന്നിൽ 20% നഷ്ടവും വന്നു.
അങ്ങനെയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ മൊത്തം ചെയ്യുമ്പോൾ അയാൾക്ക് വരുന്ന ലാഭം എത്ര, നഷ്ടം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ സോൾഡ് എന്നാണ് കാണുന്നതെങ്കിൽ, നമ്മൾ വിൽക്കുന്നതാണെങ്കിൽ അതിന്റെ പ്രോഫിറ്റും ലോസും സെയിം ആണെങ്കിൽ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, രണ്ട് ഐറ്റം നമ്മൾ SP1 SP2 എന്ന് കൊടുക്കാം. സെല്ലിംഗ് പ്രൈസ് 1, സെല്ലിംഗ് പ്രൈസ് 2. രണ്ടും നമ്മൾ 1200 രൂപയ്ക്ക് വിറ്റു. അതായത് 1200 രൂപയ്ക്ക് വിൽക്കാന്ന് പറഞ്ഞാൽ ഒന്നിൽ അയാൾക്ക് 20% ലാഭം കിട്ടി. അതായത് 120%. 120% എന്ന് പറയുന്നതാണ് 1200. അങ്ങനെയാണെങ്കിൽ ഇതിൽ 100%, അതായത് കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇതിലാണെങ്കിലോ അയാൾ 20% നഷ്ടം വന്നു. അതായത് 80% എന്ന് പറയുന്നതാണ് 1200 എങ്കിൽ 100% എത്ര, കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ 1200/120 എത്രയാ, 10 വരും. സോ ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1000. 100 × 10 1000 വരും. ഇവിടെ 1200/80 ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും. അപ്പോൾ 100 × 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1500 വരും. അപ്പൊ നമുക്ക് കോസ്റ്റ് പ്രൈസ് നോക്കിയേ, കോസ്റ്റ് പ്രൈസ് ആദ്യത്തത് 1000ഉം രണ്ടാമത്തത് 1500 ആണ്. അപ്പൊ അയാൾ രണ്ട് ഐറ്റം വാങ്ങിച്ചിരിക്കുന്നത് 2500 രൂപയ്ക്കാണ്. പക്ഷെ രണ്ട് ഐറ്റം അയാൾ വിറ്റിരിക്കുന്നത് 1200 + 1200 എത്ര രൂപയ്ക്കാണ്, 2400 രൂപയ്ക്കാണ്. അപ്പൊ അയാൾക്ക് നഷ്ടമല്ലേ വന്നത്? അയാൾ വാങ്ങിയതിനേക്കാളും കുറച്ച് അയാൾക്ക് വിൽക്കേണ്ടി വന്നു. എത്ര രൂപ കുറച്ച് വിൽക്കേണ്ടി വന്നു? 100 രൂപ കുറച്ച് വിൽക്കേണ്ടി വന്നു. അപ്പൊ 100 കോസ്റ്റ് പ്രൈസ് എത്രയാ, 2500 × 100. അതായത് 1/25 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4% അയാൾക്ക് ആ ട്രാൻസാക്ഷനിൽ നഷ്ടം സംഭവിച്ചു. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് സെയിം ആവുന്ന കേസുകളിൽ ഒരെണ്ണം പ്രോഫിറ്റും ഒരെണ്ണം ലോസും ആണെങ്കിൽ ആ ട്രാൻസാക്ഷനിൽ മൊത്തം നമുക്ക് നഷ്ടം മാത്രമേ സംഭവിക്കുകയുള്ളൂ. എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A person purchased 2 articles for ₹800 each. He sold one at a profit of 12% and the other at a loss of 12%. What would be the overall profit or loss percentage in the transaction? അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞത് സോൾഡ് എന്നായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ പർച്ചേസ്ഡ് ആണ്. പർച്ചേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, CP സെയിം ആണെങ്കിൽ. അപ്പൊ ഇതില് രണ്ടിന്റെയും CP സെയിം ആണ്. കോസ്റ്റ് പ്രൈസ് 800 രൂപയാണ്. ലാഭവും നഷ്ടവും എത്രയാണ് വന്നിരിക്കുന്നത്? രണ്ടും 12% ആണ്. അപ്പോൾ ആ ട്രാൻസാക്ഷനിൽ മൊത്തം ലാഭമാണോ നഷ്ടമാണോ വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ സൊല്യൂഷൻ നോക്കാം. ഓക്കെ, ഇതിലിപ്പോ എന്താ സംഭവിക്കുന്നത്? കോസ്റ്റ് പ്രൈസ് സെയിം ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതി? CP1 CP2. ഓക്കെ, അപ്പോൾ 100 CP എന്ന് പറഞ്ഞാൽ 100% ആണ്. 100% എന്ന് പറയുന്നതിൽ രണ്ടിൽ എത്രയാണ്? 800 ആണ്. ഒരെണ്ണത്തിൽ നമുക്ക് എന്താ സംഭവിച്ചേ? 12% ലാഭം വന്നു. അപ്പോൾ 112% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 എന്ന് പറയുന്നത് 800 ആണെങ്കിൽ 112 എന്ന് പറയുന്നത് 896 ആയിരിക്കും. 800 × 112 / 100 ചെയ്താൽ നമുക്ക് 896 കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 12% നഷ്ടം. അപ്പൊ 100ൽ നിന്ന് 12 കുറച്ച് കഴിഞ്ഞാൽ 88. 88% എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ 100 800 ആണെങ്കിൽ 88 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 704 ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് സെല്ലിംഗ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് രണ്ടും 800ഉം 1600 വന്നു അല്ലെ. സെല്ലിംഗ് പ്രൈസ് നമുക്ക് എത്ര വന്നു? 896 + 704, ഇതും 1600 വന്നു. ഇതിൽ കോസ്റ്റ് പ്രൈസും സെയിം ആണ്, സെല്ലിംഗ് പ്രൈസും സെയിം ആണ്. കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും സെയിം ആയതുകൊണ്ട് ഇവിടെ ലാഭവും വന്നിട്ടില്ല, നഷ്ടവും സംഭവിച്ചിട്ടില്ല. സോ അങ്ങനെയുള്ള ട്രാൻസാക്ഷനിൽ നമ്മൾ എന്താ പറയുക? നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. സെല്ലിംഗ് പ്രൈസ് സെയിം ആണെങ്കിൽ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസ് സെയിം ആണെങ്കിൽ ഒന്നിൽ പ്രോഫിറ്റും ഒന്നിൽ ലോസും ആണെങ്കിൽ നമുക്ക് ആ ട്രാൻസാക്ഷനിൽ നഷ്ടം മാത്രമേ സംഭവിക്കുകയുള്ളൂ. പകരം കോസ്റ്റ് പ്രൈസ് സെയിം ആണെങ്കിൽ ഒരെണ്ണം ലാഭവും ഒരെണ്ണം നഷ്ടവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനിൽ നമുക്ക് പ്രോഫിറ്റും ഉണ്ടായിരിക്കില്ല, ലോസും ഉണ്ടായിരിക്കില്ല. വാങ്ങിയ വിലയ്ക്ക് തന്നെ നമ്മൾ വിൽക്കുന്നു, നമുക്കൊന്നും പ്രത്യേകിച്ച് സംഭവിക്കില്ല. അപ്പൊ ഇതാണ് ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. താങ്ക് യു.